ഞാൻ കളഞ്ഞിട്ട് പോകും. തിങ്കളാഴ്ച തൊട്ട് ഞാൻ വേറെ പണി പിടിച്ച് പിന്നെന്തര പണിക്കാരന്റെ കണ്ണിൽ പൊടി വിടുന്ന പറഞ്ഞാൽ അവനെ കൊല്ലാൻ പറ്റും. ഞാൻ നമ്മളെ ഉണ്ണിയുടെ വീടിന്റെ പണി ഞാൻ എടുത്ത് ചെയ്യും. വീടിന്റെ പണി ഞാൻ എടുത്ത് ചെയ്യും. എനിക്ക് എന്താ വർക്കല്ലോ അത് ഞാൻ പിടിച്ച് എന്റെ ചേട്ടന്റെ കൂടെ പഠിച്ചാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി എനിക്ക് കിട്ടും. നീ പണി ഇവിടുത്തെ പയ്യന്മാരെല്ലാം ഞാൻ കൊണ്ട് ഉണ്ണിയുടെ പണി ചെയ്യൂ. ഞാൻ ചെയ്യോ? അപ്പൊ നീ എന്നാ തുടങ്ങുന്ന പണി? തിങ്കളാഴ്ച തുടങ്ങുമ്പോ നീ ഒരു വിധി കേട്ട്. തിങ്കളാഴ്ച തുടങ്ങുമ്പോ ഒരു കാര്യം ചെയ്യണം. നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു നീല ടാർപ്പ് 20 ചുമന്ന കസാരം വീട്ടിൽ ഇറക്കിയിട്ട് വേണം പണിയാൻ പോകേണ്ടത്. എന്തിനാന്ന്? ഒരു 10:30 കിയോ കിയോ എന്ന് കേൾക്കുന്ന ഒരു വെള്ള വണ്ടിക്കകത്ത് നിന്നെ കൊണ്ടങ്ങ് ഇറക്കും. അവിടെ നിനക്കൊന്നും പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ വീട്ടുകാർ ചോദിച്ചത് എന്ത് പറ്റി? അപ്പൊ നിന്നെ കൊണ്ടാക്കുന്നവർ പറയും ഒന്നുമില്ല, പണി സൈറ്റ് വെച്ച് ജോൺസൺ കൺട്രാക്ടൊന്ന് ഒരസീതാന്ന്. മനസ്സിലായ നിനക്ക്? അപ്പൊ എന്നെ കൊന്നുകളയോ? അല്ല, നിന്നെ ഞാൻ വളർത്താൻ എന്റെ പണി വെട്ടിപ്പിടിക്കുന്നവന് ഞാൻ വളർത്താണോ? ഞാൻ ജോൺസനോടെ കളി ജോൺസനോടെ കളി. ഞാൻ ഈ ബ്രഷൊക്കെ കുറെ കാലം കൊണ്ട് പിടിക്കുന്ന ബ്രഷ് നീ പിടിക്കുന്നു. എനിക്കറിയാം ബ്രഷ് പിടിക്കാൻ. വെള്ളം കൊണ്ടുവന്ന നീ വന്നേ നീ വന്നേ ഇപ്പൊ കഴിക്കിട്ട് നീല ബ്രഷ് എടുത്തിട്ട് ഉണ്ടാക്കി. ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഒരു ബെസ്റ്റ് കഴിക്കാൻ നടത്തിയത് ഇങ്ങനെ കത്ത് മുക്കിയിട്ട് ഇങ്ങനെ. എന്താണ് ഇത്? അടിച്ചിട്ടിരുന്ന ചെവരല്ലേ ഇത്? എന്ത് വൃത്തിയാണെന്ന് നോക്കി. നീ ഒരു കാര്യം അച്ഛൻ മരുന്ന് നോക്കി. അച്ഛൻ മരുന്ന് നോക്കണേ. പത്രം വായിക്കുന്നു. ആണോ? പത്രം വായിക്കുകയാണ് ഉണ്ടല്ലേ നീ? എന്ത് നീ മിണ്ടായി. അങ്ങനെ കണ്ടു. നീ മിണ്ടായി. ഇവിടെ നിന്ന് പോവാക്കൂല. മഞ്ഞ വല്ലൊക്കെ ഇനി അടുത്തത് ആടാഞ്ഞോട്ട്. മുതലാളി വരെയാണ്. മുതലാളി എന്തായി കാര്യങ്ങളൊക്കെ? ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് പോന്നച്ചാ. ഒരു ചെറിയൊരു ഇത് സൂപ്പർ. ഇത് അടിപൊളി കേട്ടോ. പക്ഷെ നീ ഭയങ്കര ഡിസൈനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്താ ഇത്? അത് പുതിയ വർക്ക്. അത് ഞാനിങ്ങനെ എല്ലായിടത്തും നമ്മുടെ വീടായതുകൊണ്ട് മാത്രം ഞാൻ റിസ്ക് എടുത്ത് ചെയ്തു. അത്ര തന്നെ. ശരി. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ എന്റെ ബെഡ്റൂമിലും വേണം. ചെയ്യണം. ഇതുപോലെ തന്നെ പാടാ ചെയ്ത് ഒരുപാട് ഞാൻ മെനക്കെട്ട് ചെയ്തതാണ്. സമയം എടുക്കും ഒരുപാട്. ബുദ്ധിമുട്ടിയാലും ഒരു പ്രശ്നമില്ല. വൈകിട്ട് കണ്ടിരിക്കും. ഉറപ്പ്. അപ്പൊ ബെഡ്റൂം അങ്ങനെ ഒരു പണി ഒത്ത് എന്ത് മണ്ണം തന്നെ.